ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് OTT അപ്ഡേറ്റുകൾ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ നമ്മളെല്ലാവരും OTTയിൽ കാണാൻ വേണ്ടി, അതായത് OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന 10 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ചെയ്തിരുന്നു. 12 സിനിമകൾ പാർട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൻ്റെ റിലീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പാർട്ട് 2 ആണ് പ്രേക്ഷകർ OTTയിൽ കാണാൻ കാത്തിരിക്കുന്ന 10 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ പിന്നെ ആ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ്, അപ്ഡേറ്റ്, റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ആ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 10 സിനിമകൾ നോക്കാം. പാർട്ട് 2 ആണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. നമ്മൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ്. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ഫെബ്രുവരി മാസം 4-ാം തീയതി 2022 വർഷം ഫെബ്രുവരി മാസം 4-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. ധീരജ് രഡന്നി, ആദ്യ പ്രസാദ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ശരത് ജി മോഹനായിരുന്നു ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈം സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ റിലീസ് ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ സിനിമയെക്കുറിച്ച് ഒരു വാർത്തയും ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ലൊരു ത്രില്ലർ മൂവിയാണ്. തിയേറ്ററിൽ കണ്ടതാണ്. ഇതിലെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് 17044 വൈറ്റ് ഓൾട്ടോ എന്ന സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു എന്നുള്ളതാണ്. 2022 നവംബർ മാസം 18-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. സെന്ന ഹെഡ്ഗെ ആയിരുന്നു ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരുന്നത്. ഷറഫുദ്ദീനും വിൻസി അലോഷ്യസും ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പരീക്ഷണ ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ ബോംബുമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും പലരും OTTക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഈ ഒരു സിനിമ എന്നുള്ളത്. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ളതൊക്കെ. ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തത് ജിന്ന്, ഒരു ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത് സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ഷൈൻ ടോൺ ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. 2023 ജനുവരി മാസം 6-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. C5 ഈ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കി, OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സിനിമ നിരൂപക പ്രശംസ നേടിയിരുന്നുവെങ്കിലും പടം വിജയിച്ചിട്ടില്ല ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, നാലാമത്തെ സിനിമ രാമചന്ദ്രൻ ബോസൻ കോ, ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. നിവിൻ പോളി, വിനയ് ഫോർട്ട്, മമിത ബൈജു, ആർഷ ചാന്ദ്നി ബൈജു, ജാഫർ ഇടുക്കി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ബോംബായി മാറിയ ഒരു സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈം, ഡിസ്നി+ ഹോട്ട്സ്റ്റാറൊക്കെ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആഗസ്റ്റ് മാസം 25-ാം തീയതി കഴിഞ്ഞ വർഷം 2023 റിലീസ് ചെയ്ത സിനിമയാണ് രാമചന്ദ്രൻ ബോസൻ കോ എന്ന സിനിമ. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് 5-ാമത്തെ സിനിമ എന്നുള്ളത് ആണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ദിലീപേട്ടനും അതുപോലെ തന്നെ തമന്നി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഉദയകൃഷ്ണ രചിച്ച് അരുൺ ഗോപി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമ കൂടിയായിരുന്നു കേട്ടോ ഈ സിനിമ എന്നുള്ളത്. ബോക്സ് ഓഫീസിൽ കൂപ്പും കുത്തി താഴെ വീണ ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നുള്ളത് ഒരു റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഇതുവരെ വേറെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. 2023 നവംബർ മാസം 10-ാം തീയതിയായിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നത്. ബാന്ദ്രയെക്കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ്റെ മറ്റൊരു സിനിമയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. 6-ാമത്തെ സിനിമ എന്നുള്ളത് തങ്കമണി എന്ന സിനിമയാണ്. 2024 മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. രതീഷ് രഘുനാഥൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു പീരിയോഡിക് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ശരിക്കും നടന്ന തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയായിരുന്നു. ദിലീപ്, നീതാപിള്ള, മാളവിക മേനൻ, അജ്മൽ അമീർ എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. തിയേറ്ററിൽ ഒരു വൻ പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. സൈനാപ്പിൾ OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്ത് വന്നിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ പെട്ടെന്ന് തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 7-ാമത്തെ സിനിമ എന്നുള്ളത് വേല. ത്രില്ലർ പ്രേമികൾ
കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വേല എന്ന് പറഞ്ഞ സിനിമ. ശ്യാം ശശിയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു. ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ, സിദ്ധാർത്ഥ് ഭരത, അതിഥി രവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ബാന്ദ്രയുടെ കൂടെയായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തത്. 2023 നവംബർ മാസം 10-ാം തീയതിയായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. തരക്കേടില്ലാത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ആമസോൺ പ്രൈം സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതുവരെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് വേല എന്ന സിനിമ. ഇപ്പോഴും കമന്റ് ബോക്സിൽ പലരും ചോദിക്കാറുണ്ട്. ഓക്കെ, 8ാമത്തെ സിനിമ എന്നുള്ളത് കൽബ്. സാജിദ് യാഹിയ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കൽബ് എന്ന സിനിമ. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 2024 ജനുവരി മാസം 12-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. നേഹ നസ്നീൻ, രഞ്ജിത്ത് സജീവ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. സൈനാപ്പിൾ OTT പ്ലാറ്റ്ഫോമിലും ആമസോൺ പ്രൈമിലും റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ടൊന്നും ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി പലരും കാത്തിരിപ്പാണ്. കമന്റ് ബോക്സിൽ ഇപ്പോഴും ചോദിക്കാറുണ്ട് കൽബിന്റെ റിലീസ് എന്നാന്നുള്ളത്. 9ാമത്തെ സിനിമ എന്നുള്ളത് ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബാഡ് ബോയ്സ് എന്ന സിനിമ. 2024 സെപ്റ്റംബർ മാസം 13-ാം തീയതിയായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ്, ആൻസൺ പോൾ, സെന്തിൽ കൃഷ്ണ ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തിയേറ്ററിലൊരു വൻ പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ എന്താ പറയുക OTT അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏത് OTT പ്ലാറ്റ്ഫോം ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോം ഇതുവരെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഈ സിനിമ എന്നുള്ളത്. എന്തായാലും പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. 10ാമത്തെ സിനിമ എന്നുള്ളത് കടകൻ. ഹക്കീം ഷാ, സോന ഒലിക്കൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. സജിൻ മമ്പാടാണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. 2024 മാർച്ച് മാസം 1-ാം തീയതി റിലീസ് ചെയ്ത സിനിമയായിരുന്നു. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോംസ് ഈ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പലരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കടകൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇത്രയും സിനിമകളാണ്, മൊത്തം 10 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും OTTയിൽ കാണാൻ കാത്തിരിക്കുന്ന 10 സിനിമകൾ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിയും സിനിമകളുണ്ട്, നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഇനിയുമുണ്ട്. അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.